ഹായ് ഓൾ, വെൽക്കം ടു നീംസ് ക്യൂട്ടി ക്രോഷേ. ഇന്നും ഒരു ബേസിക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹൗ ടു ക്രോഷേ ഇൻ എ റൗണ്ട്. എങ്ങനെ ഒരു റൗണ്ടിൽ നമുക്ക് ക്രോഷേ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് തൊപ്പി ചെയ്യുമ്പോഴും മാറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. നോക്കത് സ്ലിപ്പ് നോട്ട് ഇടുന്നത് മുന്നത്തെ വീഡിയോ പറഞ്ഞു തന്നല്ലോ, അതുപോലെ സ്ലിപ്പ് നോട്ട് ഇടുക. അതിനുശേഷം ചെയിൻസ് ചെയ്യുക. 1 2 3 4 4 ചെയിൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റത്തെ സ്റ്റിച്ചിലിട്ടിട്ട് സ്ലിപ്പ് ചെയ്യുക. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. 4 ചെയിൻസ് ഇടുക. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഓക്കെ, ആ ടെയിൽ അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ട് ക്രോഷേ ചെയ്തോളൂ. അപ്പോൾ വലിയ ഓട്ടം ഉണ്ടാവും. 4 ചെയിൻ ഉണ്ടാക്കി ആ വലിയ ഓട്ടയിലിട്ടിട്ടാണ് ഇനി നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 3 ചെയിൻ ഇട്ടു, പിന്നെ ഡബിൾ ക്രോഷേ ചെയ്യാം. ഞാനിവിടെ 12 ഡബിൾ ക്രോഷേ ചെയ്യുന്നുണ്ട്. ഓക്കെ, 12 ഡബിൾ ക്രോഷേസ്. ട്വൽവ് തന്നെ വേണമെന്നില്ല, ഏത് നമ്പർ ആയാലും നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ചുള്ള ഡബിൾ ക്രോഷീസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ 12 ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ 12 DC ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇപ്പോൾ 3 ചെയിൻ ഇട്ടില്ലേ ആദ്യം, ആ 3 ചെയിനിലിടണ്ട. അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റിച്ച് കണ്ടോ, അവിടെ ഒരു V സ്റ്റിച്ച് കണ്ടോ, അതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് ചെയ്യണം. ആ 3 ചെയിൻ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് V സ്റ്റിച്ചിൽ ഇതുപോലെ ഇട്ടിട്ട് സ്ലിപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു റൗണ്ടായി. ഇനി നെക്സ്റ്റ് റൗണ്ട് എങ്ങനെ ചെയ്യാം നോക്കാം. ആദ്യത്തെ പോലെ തന്നെ ചെയിൻ 3 ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ അതേ സ്റ്റിച്ചിൽ ഒന്നുകൂടെ ഒരു ഡബിൾ ക്രോഷേ ഇടണം. ചെയിൻ 3 ഡബിൾ ക്രോഷേ. നെക്സ്റ്റിലും 2 ഡബിൾ ക്രോഷേ ഇടാം. അടുത്തതിൽ 2 ഡബിൾ ക്രോഷേ ഇടാം. ഇതുപോലെ 2 ഡബിൾ ക്രോഷേ ഇട്ട് ചെയ്യുന്നതിന് ഡബിൾ ക്രോഷേ ഇൻക്രീസ് എന്ന് പറയും. അപ്പോൾ എല്ലാ സ്റ്റിച്ചിലും ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ 12 ചെയിൻ ഇട്ട് തുടങ്ങിയത് ഇനി ഈ റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് 24 സ്റ്റിച്ചസ് കിട്ടും. ഓക്കെ, ആദ്യത്തെ റൗണ്ട് സെക്കൻഡ് റൗണ്ട് ആയപ്പോൾ ഓരോരോ സ്റ്റിച്ചിലും നമ്മൾ 2 തവണ ചെയ്യുന്നുണ്ട് ഡബിൾ ക്രോഷേ. അപ്പോൾ നമുക്ക് 24 സ്റ്റിച്ചസ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് അങ്ങനെ ഇൻക്രീസ് ചെയ്തു. ബേസിക്കായിട്ട് റൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അതാണ്. ആദ്യത്തെ റോയിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യും, എല്ലാ റോവും ഇൻക്രീസ് ചെയ്യും. പിന്നെ നെക്സ്റ്റിൽ ഒരു ഡബിൾ ക്രോഷേ, ഒരു ഡബിൾ ക്രോഷേ ഇൻക്രീസ്, ഒരു ഡബിൾ ക്രോഷേ, ഒരു ഡബിൾ ക്രോഷേ ഇൻക്രീസ്. അത് കഴിഞ്ഞ് അടുത്ത റോയിൽ 1 ഡബിൾ ക്രോഷേ, അടുത്ത 2 സ്റ്റിച്ചിൽ 1 ഡബിൾ ക്രോഷേ ചെയ്യുക.
പിന്നെ ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ കൂട്ടി കൂട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർഫെക്റ്റ് റൗണ്ടിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പോൾ ഇത് ക്യാപ്പ് ചെയ്യുന്നതിന് മാറ്റ് ചെയ്യുന്നതിന് ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് ബേസിക് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പാറ്റേൺസ് അനുസരിച്ച് ഒരു പാറ്റേൺ വേണം എന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും കണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആദ്യത്തെ പോലെ തന്നെ ആ 3 ചെയിന് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വി കണ്ടില്ലേ, ഫസ്റ്റ് വി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഓക്കെ, അതിലിട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് മെത്തേഡ്. ചെയിനിട്ട് ഒരു ലൂപ്പ് ഉണ്ടാക്കി അങ്ങനെ. ഇതാകുമ്പോൾ നമുക്ക് സർക്കിൾ കുറച്ചൊരു വലിയൊരു ഓട്ട നടുവിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് മാജിക് ലൂപ്പ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് റൗണ്ട് ചെയ്യാം. മാജിക് ലൂപ്പ് മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരത് കാണാം. ഇതുപോലെ ഒരു എക്സ് 2 ഫിംഗറിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് ചുറ്റുക. എന്നിട്ട് അടിയിലത്തെ നീഡിലിൻ്റെ അടിയിലേക്ക് കൂടെ എടുത്തിട്ട് ഇതേപോലെ ലൂപ്പ് വലിച്ചെടുക്കുക. നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ 3 ചെയിൻ ഇടണം. മാജിക് ലൂപ്പിൻ്റെ ഉള്ളിലിട്ടിട്ട് നമ്മളിപ്പോൾ 12 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ നൂല് മെല്ലെ വലിച്ച് ഇതുപോലെ ടൈറ്റൻ ചെയ്ത് കൊടുക്കുക. കുറച്ച് തിക്കായതുകൊണ്ട് ഹോള് അടയാൻ കുറച്ച് പാടുണ്ട്. നല്ല ഫോഴ്സ്ഫുള്ളി ടൈറ്റൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരത്തെ പോലെ തന്നെ ഫസ്റ്റ് വീലിട്ടിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ആ മാജിക് ലൂപ്പിൻ്റെ നൂല് നന്നായിട്ട് ടൈറ്റൻ ചെയ്തിട്ട് ബാക്കിൽ ഹൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഡിഫറൻസ് ഉണ്ടോ? നമ്മൾ ചെയിനിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഹോളിൻ്റെ വലുപ്പത്തിൽ വ്യത്യാസമുണ്ട്. അതേ ഉള്ളൂ ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ മെത്തേഡിൽ ചെയ്യുക. നെക്സ്റ്റ് 3 ചെയിൻ ഇടുക. ഓരോരോ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. അപ്പോൾ സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരോ സ്റ്റിച്ചിലും 2 ഇട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടലി 24 സ്റ്റിച്ചസ് കിട്ടും. ഇത് നമ്മൾ ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യുന്ന സെയിം നമുക്ക് സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടും ചെയ്യാം. സിംഗിൾ ക്രോഷ്യ വെച്ച് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ആപ്ലിക്സും അതൊക്കെ ഉണ്ടാക്കാൻ ഈ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുന്നത് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ടെഡി പോലെയുള്ള ആപ്ലിക്സ് ചെയ്യണമെങ്കിൽ സിംഗിൾ ക്രോഷ്യ വെച്ച് ഇതുപോലെ ഡബിൾ ക്രോഷ്യ വെച്ചും ചെയ്യാം.
അപ്പോൾ ആപ്ലിക്സ് ഒക്കെ ചെയ്തെടുക്കാൻ ഈ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുന്നത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വി സ്റ്റിച്ചിലിട്ടിട്ട് സ്ലിപ്പ് ചെയ്യാം, ഒരു ചെയിനിട്ട് ടൈറ്റൻ ചെയ്യാം, കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ 2 മെത്തേഡിൽ റൗണ്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളെ പ്രിഫേർഡ് മെത്തേഡ് നിങ്ങൾക്ക് ഏതാ ഈസി എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അതുപോലെ ചെയിൻ ഇട്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മാജിക് ലൂപ്പ് ഇട്ടിട്ട് ചെയ്യാം. ഡിഫറൻസ് കണ്ടില്ലേ? മാജിക് ലൂപ്പ് ഇടുമ്പോൾ ഹോളിൻ്റെ സൈസ് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അമിഗ്രൂമിയൊക്കെ ചെയ്യുമ്പോൾ മാജിക് ലൂപ്പായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനിയും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി വരുന്ന വീഡിയോസിൽ ഇതുപോലത്തെ ബേസിക് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, മറ്റ് വീഡിയോസും ഉണ്ടായിരിക്കും.